എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പാവയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള തോരൻ കാണിച്ചു. മുമ്പ് പാവയ്ക്ക മെഴുക്കുവരട്ടിയും കിച്ചടിയും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പാവയ്ക്ക തന്നെ എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇത് വേണമെങ്കിൽ പിക്കിളിൻ്റെ ഇതിലും വേണമെങ്കിൽ പെടുത്താം. വേണമെങ്കിൽ കുറച്ച് ഗ്രേവി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഒഴിച്ചു കറിയും വേണമെങ്കിൽ ആക്കാം. നല്ല ഒരു കറിയാണ്, അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിന് യാതൊരു അരപ്പും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് അങ്ങനെ തേങ്ങ അരയ്ക്കുകയോ അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. പക്ഷേ ഇതിനൊട്ടും കയ്പും നമുക്ക് തോന്നില്ല. കയ്പൊട്ടും ഇല്ലാത്ത കറിയാണ്. എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചിത്രയാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. ഇതൊന്ന് വെച്ച് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞു പുള്ളിക്കാരത്തി. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഞാനിവിടെ ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്ര വലുതല്ല, ഒരുവിധം മീഡിയം സൈസ്. അതിലെ ഉള്ളിൽ നടുകെ പൊളിച്ചിട്ട് അതിലുള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. വട്ടത്തിൽ കണ്ടോ, അധികം കനമില്ലാതെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഇത് നമ്മളിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇത് പുളി എടുത്തു വച്ചിരിക്കുന്നത് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി. അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് ആ വെള്ളമൊക്കെ ചേർത്ത് അതിൽ പിഴിഞ്ഞ് അതിൻ്റെ ആ സത്ത് മുഴുവനും എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു. ഇനി അടുപ്പ് കത്തിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവുണ്ടാവില്ല, അതും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഈ മുളക് പൊടി ചേർത്ത പോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന 2 പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് മിക്സ് അവിടെ കിടന്നൊന്ന് തിളക്കട്ടെ. ഞാൻ ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിന് കുക്കിങ്ങിനായിട്ട് എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാവയ്ക്ക കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റണം. വലിയ ഫ്രൈ ഒന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ആ പച്ച നിറം ഒന്ന് മാറിക്കിട്ടണം, അത്രമാത്രം മതി. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല പച്ച നിറം ഒന്ന് മങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പോഴും ഈ സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കഷ്ണത്തുമ്മയൊക്കെ ആ ഉപ്പൊന്ന് പിടിക്കണം, അതിനു വേണ്ടി. ഈ സമയം കൊണ്ട് നമ്മുടെ പുളിവെള്ളം തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ പുളി ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ, പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക വാടി വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു.
ഇനിയും അതവിടെ കിടന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. അപ്പോൾ ഈ പാവയ്ക്കയുടെ കഷ്ണത്തുമ്മേ ഈ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് വരണം. ആ ചെറു തീയിലിട്ടാൽ മതി. ഇപ്പം നമ്മൾ സിമ്മിലേക്കാക്കി ഇട്ടാൽ മതി. അപ്പോൾ അതിൽ കിടന്ന് ഒന്ന് തിളച്ച് ആ പുളിയും ഉപ്പും എല്ലാം ഇതിലേക്ക് പാവയ്ക്കയിലേക്ക് പിടിച്ചോളും. നമ്മുടെ പാവയ്ക്കാക്കറി ഇവിടെ കിടന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് അടുത്ത ഒരു പാൻ വെച്ചു, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ചാലും മതി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകിട്ട് കൊടുത്തു. 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടോ? ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നല്ലപോലെ കുറുക്കി നല്ല കട്ട പോലെ ആക്കാം. ആ ചാറൊക്കെ അതിൽ ഫുള്ളും ആ പാവയ്ക്കയുമ്പോൾ പിടിച്ച് അങ്ങനത്തെ ഒരു പരുവത്തിലാക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടി വെക്കാം. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് അങ്ങ് കുറുക്കി അങ്ങനത്തെ രീതിയിലല്ല വെച്ചിരിക്കുന്നത്. അങ്ങനെയും വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? എങ്കിലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വിഭവമായിട്ട് ഒരു ഗ്യാപ്പിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് പോവുകയാണ്. ഗൗതമിൻ്റെ മാരേജാണ്. ഗൗതം എൻ്റെ ഹസ്ബൻഡിൻ്റെ നെവ്യൂ ആണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചാനൽ തുടങ്ങി തന്നതൊക്കെ ഗൗതമാണെന്നുള്ള കാര്യം. അപ്പോൾ മാരേജ് ഇവിടെ വെച്ചിട്ടാണ്, പെരുമ്പാവൂർ വെച്ചിട്ടാണ്. റിസപ്ഷൻ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകും. പിന്നെ മിക്കവാറും ട്യൂസ്ഡേ ഒക്കെ മടങ്ങി വരുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ, ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.